വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിന്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. പിന്നെന്താ സജീവാക്കണം, സജീവമായി രംഗത്ത് വരണം. അവൻ കഴിവും പ്രാപ്തിയുള്ളൊരു നേതാവാണ്. ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ്. ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ്. അവനെ വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. എനിക്കതറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ, അവൻ തന്നെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. നിൽക്കുന്നേ ഏത് അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവാം. എൻ്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊന്നും ഞാൻ അദ്ദേഹത്തിന്റെ വേദിയൊക്കെ ഞാൻ പങ്കിടും. റിയലി നിങ്ങൾ നോക്കിയേ, രോമാഞ്ചമാണ്. അതല്ലെങ്കിലും എനിക്ക് ഈ പാർട്ടിയിൽ വളരെ ഒരു മനസ്സുകൊണ്ട് ഞാൻ ഇന്ന് വരെ ആ വ്യക്തിയെ നേരിട്ട് കണ്ടില്ല കേട്ടോ. ആ വ്യക്തിയുമായി ഒന്ന് സംഭാഷണങ്ങൾ നടത്താനോ നേരിട്ട് കാണാനോ ഒരു അവസരം ഉണ്ടായിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അടുത്തു നിന്ന് കണ്ട് ഒരു പേഴ്സണൽ മീറ്റിംഗ് പോലെ ഞാൻ ആ വ്യക്തിയെ കണ്ടില്ല. അതല്ലാതെ പല സ്റ്റേജുകളിലൊക്കെ വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിപ്പോ നമ്മൾ കണ്ടതില് ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അത് എന്നെ വല്ലാതെ സ്വാധീനിച്ച വ്യക്തിയാണ് കെ സുധാകരൻ. അത് കണ്ണൂരിന്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ വെറുതെ പറയുന്നതൊന്നല്ല. അത് കണ്ണൂരിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. ഈ പ്രസ്ഥാനത്തെ കണ്ണൂരിൽ ഇങ്ങനെ നട്ടെല്ലോടുകൂടി നിലനിർത്തുന്നതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ, അനിഷേധ്യ നേതാവ്, തന്റെ കൂട്ടത്തിലിട്ട ഒരുത്തനെ തൊട്ട് കഴിഞ്ഞ പിന്നെ സുധാകരന്റെ വിധം മാറും. അതാണ് സുധാകരൻ. അതാവണമെടോ നേതാവ്, അങ്ങനെ ആവണമെടോ നേതാവ്. ഇന്നലെ രാഹുലിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നിങ്ങൾ കേട്ടത്. മനസ്സിലായില്ലേ? നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നേതാവ്, ഈ പ്രസ്ഥാനത്തിന് അയാൾ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന നേതാവ്, ഈ പ്രസ്ഥാനത്തിന് ഒരുപാടധികം ചോരയും വിയർപ്പും ഒഴുക്കിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുലിന് ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട് എന്ന് തുറന്ന് പറയുന്ന നേതാവ്. നിങ്ങള് കണ്ണൂരുകാർക്ക് ഞാൻ ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ കണ്ണൂരുകാരല്ലാത്തവർക്ക് ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. കണ്ണൂര് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടുത്തെ പാർട്ടി ഗ്രാമങ്ങളും ഒക്കെ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, DIC എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം ഉടലെടുത്ത സമയം കെ മുരളീധരൻ DIC ഉണ്ടാക്കിയ നിമിഷം, അന്ന് DIC ഉണ്ടാക്കിയിട്ട് കെ മുരളീധരനും കുറച്ച് ആളുകളും കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയ നേരം, ആ നേരം കണ്ണൂരിൽ ഒരു വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇരിക്കൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഇതുപോലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുക. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അന്ന് സുധാകരൻ നടത്തിയ ഇടപെടലുകൾ, പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ അണികൾക്ക് വേണ്ടി, തന്റെ കൂടെ നിന്നവർക്ക് വേണ്ടി, കാല് മാറാതെ കോൺഗ്രസിൽ കാല് കുത്തി നിന്നവർക്ക് വേണ്ടി സുധാകരൻ അന്ന് നടത്തിയ ചില തീരുമാനങ്ങൾ, അന്നെടുത്ത പ്രവർത്തികൾ, അതൊക്കെയാണ് ഞാൻ ഇന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു നേതാവ് കെ സുധാകരൻ. അതിന് അയാളുടെ നിലപാടുകൾ തന്നെയാണ് എനിക്ക് വലിയ ഊർജം നൽകുന്നത്. നിലപാടുകൾ എന്ന് പറഞ്ഞാൽ നോ കോംപ്രമൈസ്. ഈ പറയുന്ന അടിമകൾ, അന്തംഗമ്യ അടിമകളുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു നേതാവ്. ഒരു കോംപ്രമൈസും കണ്ടാ മിണ്ടില്ല, അവരുടെ കല്യാണത്തിന് വിളിച്ചാൽ പോകില്ല. ഇത് തന്നെയാ കോംപ്രമൈസ്. നോ കോംപ്രമൈസ്. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല. ഇതിപ്പോ രാഹുലിനെ പറ്റി പറയുന്നു, ശുദ്ധ അസംബന്ധം.
ശുദ്ധ അസംബന്ധം, വെറും പുകമറകൾ. രാഹുലിനെ വെട്ടിവീഴ്ത്താൻ വേണ്ടി ചിലരൊക്കെ തുനിഞ്ഞിറങ്ങിയതിന്റെ പ്രതിഫലനം. ഏതുപോലെ പറയാതിരിക്കാൻ നിർവാഹമില്ല സഖാക്കളെ, ഏതുപോലെ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ നിങ്ങൾ കളിച്ച കളി. രാഹുൽ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. രാഹുലെ, നിന്റെ ദേഹത്ത് നിന്ന് ഇന്നീ നിമിഷം വരെ ഒരു തുള്ളി ചോര പൊടിഞ്ഞിട്ടില്ല. നിനക്കെതിരെ നടക്കുന്നത് വെർബൽ ആക്രമണമാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു അനിഷേധ്യനായ നേതാവുണ്ടായിരുന്നു. ആ നേതാവിനെ അയാളുടെ മുഖത്ത് കല്ലെറിഞ്ഞ് പൊട്ടിച്ച് ചോരയൊലിപ്പിച്ച തെമ്മാടിക്കൂട്ടങ്ങളായി ക്രിമിനലുകൾ. മനസ്സിലായില്ലേ? അപ്പോ ആ കാര്യത്തിൽ രാഹുലിനെ നിനക്ക് ആശ്വസിക്കാം. ആ ഉമ്മൻചാണ്ടിയുടെ പാത അത് പിന്തുടരണമെന്ന് നിന്നോടൊക്കെ പറയാനുള്ളൂ. ഈ പ്രസ്ഥാനത്തിന് കരുത്താകണം, പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന, പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാനും പാടില്ല. അത് ഉണ്ടാവുകയുമില്ല, അറിയാം. പക്ഷേ ഈ മാധ്യമ വിചാരണ രാഹുലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. അതിന് എൻ്റെ മുന്നിൽ ഒരുപാടധികം തെളിവുകളുണ്ട്. ഇപ്പൊ പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട്. ആ വാർത്തകൾ അനുസരിച്ച് ഈ പറയുന്ന രാഹുലിനെതിരെയുള്ള മാധ്യമ വിചാരണകൾക്ക് അണിയറയിൽ പ്രവർത്തിച്ചത് സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കുവാനും ഇരകളുടെ ഫോൺ കോളുകളും ഈ പറയുന്ന ചാറ്റുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാനും ഇതിന്റെ പിന്നിൽ രാഹുലിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ വിചാരണകളും ഈ പറയുന്ന ആരോപണങ്ങളും വിവാദങ്ങളും പുകമറകൾക്കും ഒക്കെ പിന്നിൽ റിപ്പോർട്ടർ ടിവിയാണ്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾക്കനുസരിച്ച് അത് ആ പറയുന്ന വനിതാ മാധ്യമ പ്രവർത്തക അത് സുജയ പാർവതിയല്ല, അത് സ്മൃതി പരുത്തിക്കാടല്ല, മറ്റൊരാളാണ്. റിപ്പോർട്ടർ ടിവിയിലെ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു യുവതിയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. ആ യുവതി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അടുത്ത വീഡിയോകളിൽ അതിന് വിശദമായ കാര്യങ്ങൾ പുറത്തുവിടാം. ഞാനിപ്പോ പേര് പറയുന്നില്ല, പക്ഷെ ചില സൂചനകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ പറയുന്ന യുവതി കണ്ണൂരിൽ നിന്നുള്ള ഈ പറയുന്ന CPM-ന്റെ ഒരു നേതാവിന്റെ മരുമകളാണ്. നേതാവ് എന്ന് പറഞ്ഞാൽ വനിതാ നേതാവിന്റെ മരുമകളാണ്. കണ്ണൂരിൽ നിന്നുള്ള ഒരു CPM-ന്റെ വനിതാ നേതാവിന്റെ മരുമകളാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തക. ആ മാധ്യമ പ്രവർത്തകയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ കളിച്ചത് എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ശ്രീനാദേവിയെ അടക്കമുള്ള ആളുകളെ സാങ്കല്പിക ഇരയാക്കുവാനും രാഹുലിനെതിരെ ഈ പറയുന്ന ആരോപണങ്ങൾ പടച്ചുവിടുവാനും നേതൃത്വം നൽകിയതും അഹോരാത്രം പരിശ്രമിച്ചതും പണിയെടുത്തതും ആ യുവതിയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. ഞാൻ അതിന്റെ ആധികാരികതയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചതിന് ശേഷം ഞാൻ എന്താണ് പേര്, ബാക്കിയുള്ളത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കി തരാം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണയുമായിട്ടാണ് കെ സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അയാളെ കൂടെ നിർത്തണമെന്ന് മാത്രമല്ല, അയാളെ സംരക്ഷിച്ച് പിടിക്കേണ്ട ബാധ്യത അത് പ്രസ്ഥാനത്തിൻ്റെതാണെന്ന് ഇപ്പൊ തുറന്നു പറയുകയാണ് കെ സുധാകരൻ. യെസ്, ഓഫ് കോഴ്സ്, അത് തന്നെയാണ് വേണ്ടതും. കാരണം രാഹുൽ എന്ന് പറയുന്നത് വെറും പാലക്കാടിന്റെ ഒരു MLA മാത്രമല്ല. രാഹുൽ എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ മുന്നണി പോരാളിയാണ്. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ഈ പാർട്ടി പ്രതിസന്ധിയിലായ അന്നൊക്കെ പാർട്ടിക്ക് വേണ്ടി ന്യായം പറയാൻ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ജനപിന്തുണയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യത തന്നെയാണ്. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, വിവാദങ്ങളെയും പുകമറകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കണം പാർട്ടി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാണെങ്കിലും ഞാൻ പാർട്ടിയെ ഇതിൽ കുറ്റപ്പെടുത്തുന്നില്ല. പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണങ്ങൾ ഏത് വഴി വരെ എത്തട്ടെ, അതിനനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി പോകട്ടെ. പാർട്ടി അന്വേഷണം നടത്തുന്ന കാലഘട്ടത്തിൽ അയാളുടെ ഒരു സ്വാധീനം അതിലുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് പാർട്ടിയിൽ അയാളെ താൽക്കാലികമായിട്ട് സസ്പെൻഷനിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഈ മാധ്യമ വിചാരണകൾക്കൊപ്പം പാർട്ടി നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഈ മാധ്യമ വിചാരണകൾക്കൊപ്പം പാർട്ടി നിന്നു കൊടുക്കരുത്. രാഹുലിനെ വേട്ടയാടാൻ പാർട്ടി നിന്നു കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകൾ പറയാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ മാധ്യമ വിചാരണകൾക്കൊപ്പം നിങ്ങൾ നിന്നു കൊടുക്കരുത്. അങ്ങനെ നിന്നു കൊടുത്താൽ ഈ പറയുന്ന ശത്രുക്കളുടെ വിജയമാകും അത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. രാഹുലിനെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കണം എന്ന് മാത്രമല്ല, രാഹുൽ മുന്നണിയിൽ ഉണ്ടാവണം, മുന്നണി പോരാളിയായിട്ടുണ്ടാവണം. അത് മാത്രം ചെയ്താൽ പോരാ കേട്ടോ. പാർട്ടി അയാളെ പ്രതിരോധിക്കുക മാത്രം ചെയ്താൽ പോരാ, അയാളെ സംരക്ഷിക്കുക മാത്രം ചെയ്താൽ പോരാ. പാർട്ടി ഈ പറയുന്ന ഗൂഢാലോചനകൾ പൊളിച്ചെടുക്കുവാനുള്ള പണി
പാർട്ടി എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ രാഹുലിനെ സംരക്ഷിച്ച് പിടിക്കുക തന്നെ ചെയ്യണം. അത് തന്നെയാണ് സുധാകരൻ പറയുന്നത്. ഞാൻ സുധാകരനൊപ്പമാണ്. അത് കുറെ കാലമായിട്ട് ഇന്ന് ഈ നിമിഷം വരെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയപ്പോൾ പോലും ചെറിയ ഒരു മാനസിക വിഷമം ഉണ്ടായ വ്യക്തിയാണ് ഞാൻ. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അതൊക്കെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ചില ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തിട്ടാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. മനസ്സിലായില്ലേ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും KPCCയുടെ പ്രസിഡന്റ് ആവുന്ന സമയത്ത് പോലും അന്ന് K. സുധാകരൻ KPCCയുടെ പ്രസിഡന്റ് ആവേണ്ടിയിരുന്ന വ്യക്തിയാണ്. അന്ന് KPCCയുടെ പ്രസിഡന്റ് ആവേണ്ടിയിരുന്ന വ്യക്തിയാണ്. അയാളുടെ നല്ല കാലം ഈ പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ നേതൃത്വം അയാളുടെ കയ്യിൽ കൊടുക്കേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ ലഭിച്ചില്ല. എന്തുകൊണ്ടോ അത് അവിടെ മാറ്റി നിർത്താം നമുക്ക്. എന്താണെങ്കിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർക്കാൻ അതിന് സുധാകരനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് നേതാവ്. അത് തന്നെയാ പാർട്ടിയും പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പ്രതിപക്ഷ നേതാവിനെയോ KPCC പ്രസിഡന്റിനെയോ ആരെയും കുറ്റപ്പെടുത്താനല്ല. കാരണം അവർക്ക് അവരുടേതായ വീക്ഷണങ്ങളും നിലപാടുകളും ഉണ്ടാകും. ഞാൻ അതിനെയൊന്നും തള്ളി പറയുന്നില്ല. പക്ഷേ സുധാകരൻ അതാണ് കാണിക്കേണ്ടത്. അതാണ് ജനം ആഗ്രഹിക്കുന്നതും ഈ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. രാഹുൽ പാർട്ടിയിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അയാളെ ചേർത്ത് പിടിക്കണം. അയാളെ അങ്ങനെ മാറ്റി നിർത്തേണ്ട വ്യക്തിയല്ല. നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ പാർട്ടി പ്രതിരോധത്തിലായ ഘട്ടത്തില് ഈ പാർട്ടിയെ പ്രതിരോധിക്കാൻ അന്ന് മുന്നണി പോരാളിയായിട്ട് രാഹുൽ മാങ്കൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. ചാനൽ ചർച്ചകളിൽ തീയായി ശോഭിച്ചു നിൽക്കാൻ അന്ന് രാഹുൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം ഒരുത്തനും മറന്നു പോകരുത്. രാഹുലിനെ കൈവിടാനായിരിക്കരുത് നിങ്ങളുടെ തീരുമാനം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.